ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് സഭ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാള് ആഘോഷിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ധീരമായ രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തി. നമുക്കറിയാം, കല്ലുകൾ എറിഞ്ഞ് ആ മനുഷ്യനെ വധിച്ചു കളയാണ്. കല്ലുകൾ ഉയർത്തപ്പെടുമ്പോഴും കല്ലുകൾ എറിയപ്പെടുമ്പോഴും ആ മനുഷ്യൻ ശാന്തനായിട്ട് നിന്നിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ അതേ മാതൃക ജീവിതത്തെ കൊണ്ടുവരിക. ഈശോയുടെ ഒപ്പം നടക്കുമ്പോൾ ലോകം നമ്മളെ തെറ്റിദ്ധരിക്കാനായിട്ട് സാധ്യതയുണ്ട്. തെറ്റിദ്ധരിക്കുന്ന ലോകത്തിൻ്റെതായ വഴികൾ നമ്മുടെ നേരെ തിരിയാനായിട്ട്, ചൊരിയാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ നഷ്ടതയിലാകേണ്ട കാര്യമില്ല. അതിൻ്റെ മറുവശത്ത് സ്വർഗവും സ്വർഗത്തിൻ്റെതായ വഴികളും തുറക്കപ്പെടുക. ഈശോ പറയുന്ന ഈ വചനം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 22-ാം തിരുവചനം. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഈശോ പറയുകയാണ്, ഈശോയുടെ നാമം വഹിക്കുമ്പോൾ സർവ്വരാലും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും, ദ്വേഷിക്കപ്പെടും, പക്ഷെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിൻ്റെ നാമം വഹിക്കുമ്പോൾ എല്ലാവർക്കും നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷേ സ്വർഗം നിങ്ങൾക്കായിട്ട് കരുതിയിരിക്കുക. ജീവിതത്തിലെ സഹനങ്ങളെ, ബുദ്ധിമുട്ടുകളെല്ലാം ഈ ഒരു അർത്ഥത്തിൽ ഒന്ന് വ്യാഖ്യാനിച്ചെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിര സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ, നിനക്ക് മഹത്വം നൽകുവാനായിട്ട്, ഈശോ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും നിന്റെ ഏറ്റുപറയുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടത് എല്ലാ കൃപകളും നൽകണമേ. എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഈ വ്യക്തിക്കും കുടുംബത്തിനും ചുറ്റുപാടുകൾക്കും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ അങ്ങേ